വീണ്ടും നിപ്പ ഭീതിയിലാണ് നമ്മുടെ സംസ്ഥാനം. രോഗം സ്ഥിരീകരിച്ച കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിയെ മെഡിക്കൽ കോളേജ് ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. രോഗിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ക്വാറന്റൈനിലേക്ക് മാറി. പനി ബാധിച്ച രോഗി രാമനാട്ടുകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. നിലവിൽ ഇദ്ദേഹത്തിൻ്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കി വരികയാണ് ആരോഗ്യവകുപ്പ് അധികൃതർ. നിപ്പ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്നതിനാൽ കോഴിക്കോട് പേവാട് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും രോഗനിയന്ത്രണത്തിൻ്റെയും സുരക്ഷയുടെയും ഭാഗമായി സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രേഷ്മ ചേരുകയാണ്. രേഷ്മ, സംസ്ഥാനം വലിയ ഭീതിയിലാണ്. നിപ്പയുടെ ഒരു ആശങ്കയുണ്ട്. എന്താണ് ആശുപത്രി അധികൃതരൊക്കെ പറയുന്നത്? ഒരാൾ ഐസൊലേഷനിലുണ്ട്. എന്താണ് അവിടെ നിന്ന് അറിയാവുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? എങ്ങനെയാണ്? മായ, നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐസൊലേഷൻ വാർഡിലേക്ക് ഇന്നലെയാണ് 43കാരനെ എത്തിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമാണ്. ഇദ്ദേഹത്തെ വെന്റിലേറ്ററിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്കറിയാം, ഈ വാർത്ത അറിഞ്ഞത് തൊട്ടു പിന്നാലെ തന്നെ കടുത്ത ആശങ്കയാണ് ഉയർന്നിരിക്കുന്നത്. രാമനാട്ടുകര സ്വദേശിയാണ് ഇദ്ദേഹം. ഫറൂഖ് കോളേജിന് സമീപമാണ് ഇദ്ദേഹത്തിന്റെ വീട്. രാമനാട്ടുകര 5-ാം വാർഡിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് നിപ്പ സ്ഥിരീകരിച്ചത് അറിഞ്ഞത് തൊട്ടു പിന്നാലെ തന്നെ രാമനാട്ടുകരയിൽ മുനിസിപ്പൽ നഗരസഭയുടെ നേതൃത്വത്തിൽ തന്നെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം വിളിക്കുകയും ഈ മേഖലയിൽ കണ്ടെയ്ൻമെന്റ് സോണാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ മേഖലയിൽ കർശനമായിട്ടും ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇദ്ദേഹം ഒരാഴ്ച മുന്നെയാണ് ഇദ്ദേഹത്തിന് പനി ബാധിച്ചിരുന്നത്. അതിന് തൊട്ട് പിന്നാലെ ഇദ്ദേഹം രാമനാട്ടുകര പരിധിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഈ ആശുപത്രിയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ ആശുപത്രി ജീവനക്കാർ ഉൾപ്പെടെ ക്വാറന്റൈനിൽ പോകണമെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിട്ടുണ്ട്. തൊട്ടു പിന്നാലെയാണ് നഗരപരിധിയിലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ഇദ്ദേഹത്തെ അതീവ ഗുരുതരമായ നിലയിൽ എത്തിക്കുന്നത്. ഇവിടുത്തെ അധികൃതരോടും മെഡിക്കൽ അതുപോലെ നഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാവരോടും ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടെ തന്നെ ഇതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഒരു ബിസിനസ് മാനാണ്. ഇദ്ദേഹം രാമനാട്ടുകര പരിധിയിൽ ഒരു ഗോഡൌൺ വാടകയ്ക്കെടുക്കുകയും ഇത് വൃത്തിയാക്കുകയും ചെയ്തിരുന്നു. ഇവിടെ നിന്നാണോ ഇദ്ദേഹത്തിന് രോഗം നിപ്പയുടെ ഉറവിടം ഇവിടെയാണോ എന്ന് പരിശോധിച്ചു വരികയാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കർശനമായിട്ടും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടെ ഇന്ന് പരിശോധന നടത്തുമെന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. അതേസമയം നിപ്പ അറിയാൻ നമുക്ക് 2018 ആദ്യമായി അൺഫിറ്റ് കൂടി ചേരുകയാണ്. ഇപ്പോൾ അൺഫിറ്റ്, സംസ്ഥാനത്ത് നിപ്പ സ്ഥിരീകരിച്ചതോടെ വലിയ ജാഗ്രതയിലാണ് ആരോഗ്യ വകുപ്പ്. ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്നിപ്പോൾ ഉന്നതതല യോഗമൊക്കെ ചേരാൻ പോവുകയാണല്ലോ. എങ്ങനെയാണ് പ്രതിരോധ സംവിധാനങ്ങൾ ഊർജിതമാക്കാൻ പോകുന്നത്? എന്താണ് അറിയാനാവുന്ന വിവരങ്ങൾ അൻഫിൽട്ട്? തീർച്ചയായും ഈ സംസ്ഥാനത്ത് നിപ്പ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ, അതായത് ഇത്തവണ ആദ്യമായാണ് കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് സ്ഥിരീകരിച്ചൊരു സാഹചര്യത്തിൽ അത് കൂടുതൽ പേരിലേക്ക് പടരാനോ അല്ലെങ്കിൽ കൂടുതൽ രോഗികളുടെ എണ്ണം കൂടുതലാകാനോ ഉള്ള സാഹചര്യങ്ങൾ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് കർശനമായ ജാഗ്രതാ നിർദ്ദേശവും അതീവ ജാഗ്രതാ നിർദ്ദേശവും തന്നെയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്കറിയാം, ആരോഗ്യവകുപ്പ് പറയുന്നത് കോഴിക്കോട് ഇതിനു മുമ്പുമൊക്കെ നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യം ഒക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമാനമായൊരു സാഹചര്യത്തിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൃത്യമായി ഓരോ ഇടവേളകളും ആവർത്തിച്ച കോഴിക്കോട് ഭാഗങ്ങളിൽ തന്നെ ഉണ്ടാകുന്നത്? അപ്പോൾ അതനുസരിച്ചുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഊർജിതമാക്കുക, ഇതടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ രോഗം ഉണ്ടായിരിക്കുന്ന ആ രാമനാട്ടുകര സ്വദേശി എന്ന് പറയുന്ന 43കാരൻ, അദ്ദേഹവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നവർ. അപ്പം ജില്ലയിൽ ഏതൊക്കെ രീതിയിലുള്ള അടിയന്തര സംവിധാനങ്ങൾ ജില്ലയിൽ മാത്രമായി ഒരുക്കണം, ജില്ലയിലും സമീപ ജില്ലകളിലുമൊക്കെ. അതിനോടൊപ്പം തന്നെയും സംസ്ഥാനത്ത് നിപ്പ റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യത്തിൽ സംസ്ഥാനത്താകമാനം ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ഇന്ന് ചേരുകയാണ്. രാവിലെ തന്നെ ആരോഗ്യമന്ത്രി ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചാണ് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുന്നത്. അതീവ ജാഗ്രതാ നിർദ്ദേശം. അതേസമയം ആരും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെ ആരോഗ്യമന്ത്രി പറയുന്നു. ഇന്നലെ രാത്രി നമുക്കറിയാം, ആരോഗ്യമന്ത്രി ഇന്നലെ കോഴിക്കോട് നിന്ന് അദ്ദേഹം വന്നപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, സ്ഥിതികളൊക്കെ തന്നെയും വളരെ ജാഗ്രതയോടെ തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട്. കാരണം നിപ്പ മാത്രമല്ല, നമുക്കറിയാം ഷിഗല്ല രോഗവും കൂടി
വയനാട്ടിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഷിഗല്ല രോഗികളുടെ എണ്ണം കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയും പ്രത്യേകിച്ച് ഈ കാലാവസ്ഥ മാറുന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെയും കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് ഈ സമയത്തൊക്കെ തന്നെ ഈ കാലാവസ്ഥ മാറുമ്പോൾ മഴക്കാലവുമായി ബന്ധപ്പെട്ട പകർച്ചവ്യാധികൾ, പക്ഷേ അതേസമയം നിപ്പയും ഷിഗല്ലയും റിപ്പോർട്ട് ചെയ്യുകയും ഷിഗല്ല രോഗികളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നൊരു സാഹചര്യം, ഇതൊക്കെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരുന്നത്. പ്രതിരോധ സംവിധാനങ്ങൾ, ആ നിപ്പയായാലും ഷിഗലയായാലും മറ്റു പകർച്ചവ്യാധികളായാലും എങ്ങനെ തടയാം, അതിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ എത്രത്തോളം ഊർജിതമാക്കണം, ഈ കാര്യങ്ങളൊക്കെ തന്നെയും വിശദമായി ചർച്ച ചെയ്യുന്നതിനും അതിനനുസരിച്ച് ആരോഗ്യ ബുള്ളറ്റിൻ പുറത്തെടുക്കും. മാത്രമല്ല സംസ്ഥാനത്ത് ഏത് രീതിയിലൊക്കെയാണ് ഇനി മുൻകരുതലുകളും പ്രതിരോധ സംവിധാനവും നടത്തേണ്ടത്, പൊതുജനങ്ങൾ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലായിരിക്കണം പൊതുജനങ്ങളുടെ പാലിക്കേണ്ട ജാഗ്രതാ നിർദ്ദേശം, ഇതൊക്കെ തന്നെയും പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ് ഇന്ന് ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരുന്നത്. അതിനുശേഷം ആരോഗ്യ സംവിധാനങ്ങൾ ഏതൊക്കെ രീതിയിലാണ് സംവിധാനങ്ങൾ ക്രമീകരിക്കേണ്ടത്, മാറ്റം വരുത്തേണ്ടത്, ഇതടക്കം ആരോഗ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് മാധ്യമങ്ങളെ അറിയിക്കുകയും. ശരിയാണ് അൻഫ്ലിട്ട്, ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഊർജിതമാകേണ്ടതുണ്ട്, കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്, കൂടുതൽ സംവിധാനങ്ങളൊക്കെ വേണം. രേഷ്മ, ഈ നിപ്പ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കാൻ തുടങ്ങിയല്ലോ കോഴിക്കോട്, അവിടെ അപ്പോൾ പേ വാർഡുണ്ട്. അപ്പോൾ അതിൻ്റെ മേഖലയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ രോഗനിയന്ത്രണത്തിൻ്റെയും അതുപോലെ തന്നെ സുരക്ഷയുടെയൊക്കെ ഭാഗമായി കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എന്താണ് അധികൃതർ ചെയ്യുന്നത്, ആരോഗ്യവകുപ്പ് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ എങ്ങനെയാണ്, എന്താണ് അവിടെ നിന്ന് അറിയാനാവുന്ന വിവരങ്ങൾ രേഷ്മ? ഇന്നലെ രാത്രിയോടെ തന്നെ ഈ മേഖലയിൽ, പേവാർഡിന് സമീപമായിട്ടുള്ള ഈ മേഖലയിൽ, ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്ന മേഖലയിൽ കർശനമായിട്ട് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മേഖലയിലേക്ക് മറ്റു രോഗികൾ ഉൾപ്പെടെ കടന്നു വരുന്നതിനും ജീവനക്കാർ ഉൾപ്പെടെ മറ്റൊരു വഴിയിലേക്ക് മാറി സഞ്ചരിക്കണമെന്നുമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ മേഖലയിൽ ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുമുണ്ട്. നിലവിൽ ഈ റൂട്ടിലൂടെ നമുക്കറിയാം നിരവധി പേരാണ് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. ഈ മേഖലയിൽ കർശനമായ നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് ഡിസ്ചാർജ് ആവുന്ന രോഗികൾ ഉൾപ്പെടെ മുൻ ഗേറ്റിലൂടെ കടന്നു പോകണമെന്നാണ് നിലവിൽ ലഭിക്കുന്ന നിർദ്ദേശം. ഈ മേഖലയിൽ ഒരു കാരണവശാലും ഒരു രോഗിയോ ബന്ധുക്കളോ ഉൾപ്പെടെയുള്ളവരെ കടത്തിവിടരുതെന്നാണ് ഇന്നലെ രാത്രി തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കയറ് കെട്ടി ബാരിക്കേഡ് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഈ മേഖലയിൽ ഉൾപ്പെടേക്ക് മറ്റാരും പോയില്ലെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി പോലീസിന്റെ ഉൾപ്പെടെ സുരക്ഷ ഈ മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മായ, ശരി. രേഷ്മയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ഒപ്പം അൻഫ്രിഡ് ഡിസൂസയും വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. രോഗം സ്ഥിരീകരിച്ച കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിയെ മെഡിക്കൽ കോളേജ് ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം നിപ്പ സ്ഥിരീകരിച്ചതോടെ വലിയ ജാഗ്രതയിലാണ് ആരോഗ്യ വകുപ്പ്. ഇന്നിപ്പോൾ ഉന്നതതല യോഗം വിളിക്കാൻ പോവുകയാണ്.